അങ്ങനെ ശ്രീശാന്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി കളത്തിലിറങ്ങുന്ന കാര്യം പരുങ്ങലിലാണ്. BCCIയുടെ അപ്പീലിൽ ഹൈക്കോടതി ശ്രീശാന്തിനെ ആജീവനാന്തം വിലക്കി കളഞ്ഞു. എന്നാൽ തനിക്ക് മാത്രം ഒരു നിയമമാണെന്നും നീതിക്ക് വേണ്ടി പോരാടുമെന്നുമാണ് ശ്രീശാന്തിൻ്റെ പ്രതികരണം. അതേസമയം എന്തിനങ്ങ് ഇങ്ങനെ രോഷം കൊള്ളണമെന്നാണ് ആരാധകർ ശ്രീശാന്തിനോട് ചോദിക്കുന്നത്. താങ്കളിലെ കളിക്കാരനേക്കാൾ താങ്കളിലെ അഭിനേതാവിനെയാണ് ഞങ്ങൾക്കിഷ്ടമെന്നാണ് ആരാധകർ പറയുന്നത്. അതിലൂടെ താങ്കൾ കത്തിക്കയറി കോടതിയുടെ കണ്ണ് നനയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. കാത്തിരുന്ന് പിണറായി ഒടുവിൽ മല കയറി. അയ്യനെ കാണാൻ ഇനിയും മല കുറെ ചവിട്ടണോ? കയറ്റം തുടങ്ങിയിട്ടേ ഉള്ളൂ. കരിമല എത്താറായി, അത് കഴിഞ്ഞാ നീലിമല. അപ്പൊ ശബരിമല അത് അവസാനല്ലേ? ഇതിന് മാത്രം പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ലേ. പ്രയാർ സ്വാമികളുടെ വാക്കുകളിൽ ആകർഷനായി പിണറായി അയ്യപ്പ ഭക്തനായി. ആ പോയ സ്വാമി ആരാന്ന് മനസ്സിലായോ? അയ്യോ, അതല്ലേ TT ഗുരുപാദശേഷയ്യർ, ഹിന്ദുസ്ഥാൻ ബോയിലേഴ്സിന്റെ ഉടമസ്ഥൻ. പണത്തിന്റെ കിടക്കയിൽ ഉരുണ്ട് കളിച്ച ആളല്ലേ, കോടീശ്വരൻ. ഇപ്പൊ എല്ലാം ഉപേക്ഷിച്ചു. സർവ്വ സ്വത്തുക്കളും രോഗികൾക്കും അനാഥർക്കും ആയി കൊടുത്തു. എല്ലാ സ്വത്തുക്കളും വെറുതെ അങ്ങോട്ട് കൊടുക്കേ. സ്വാമി അവിടെ നിക്ക് സ്വാമി. സ്വാമി ഇത് എങ്ങോട്ടാ? എനിക്ക് മതിയായില്ല. അപ്പൊ അങ്ങ് ഭക്തനായി. സോളാറിൽ പുക അടങ്ങുന്നില്ല, റിപ്പോർട്ട് പെട്ടി കിട്ടിയേ അടങ്ങുമെന്ന് ഉമ്മൻചാണ്ടി. ഇന്ന് മുതൽ ഇവിടുത്തെ ഫ്രോഡ് രാജാവ് നീയാണ്. ഫ്രോഡ് രണ്ടാമൻ. ഈ ഇട്ടാവട്ടം കൊടൈക്കനാലിൽ 2 രാജാക്കന്മാർ ആവശ്യമില്ല. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ ഇതാ ഒഴിയാൻ പോവാണ്. തരാനുള്ള കാശ് അതിന്റെ പകുതിയായിട്ട് കൂട്ടിക്കോ. പക്ഷേ ഈ പെട്ടി എന്നിരിക്കും. കിട്ടിയ തക്കം നോക്കി എരുതിയിൽ എണ്ണയൊഴിച്ച് VD സതീശൻ, പ്രതിരോധിച്ച് ഹസ്സനും മുരളിയും. അപ്പോൾ അത് ആ വിഷയം ഞങ്ങൾ ആരും നിസ്സാരമായി കാണുന്നില്ല, ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഗുരുതരമായൊരു വിഷയമായി തന്നെയാണ് കാണുന്നത്. അതിലെ പരാമർശങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കണമെങ്കിൽ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം കിട്ടാതെ പഠിക്കാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്ന് അറിയാതെ നമ്മൾ വെറുതെ വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ. അല്ല, പാർട്ടി ഒരു വിഭാഗത്തിൻ്റെ അല്ല, എല്ലാ കാര്യങ്ങളുടെയും ഫൈനലായിട്ടുള്ള ഒരു അതോറിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയാണ്. പിന്നെ താങ്കളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാൻ കഴിയില്ല. കേരളത്തിന് രക്ഷകെട്ടി കുമ്മന യാത്ര അവസാനിച്ചു. സംസ്ഥാനത്ത് കണ്ണ് ഇൻഷൂർ ചെയ്യുന്നവരുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചു. ദൂരെ 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 ഏതോ തീരം തേടി തേടി യാത്രയനന്തമാം യാത്ര. ആദമിൻ മക്കൾ തൻ തുടർ യാത്ര തുടർ യാത്ര തുടർ യാത്ര. ഒടുവിൽ ആ മോഹം സഫലമായി. പിണറായി മുഖ്യൻ മല ചവിട്ടി. പൊന്നമ്പല വാസൻ്റെ അടുത്തെത്തി. ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു. ഒരു തവണ ഒരുങ്ങി വന്നെങ്കിലും മല കയറി തുടങ്ങുമ്പോഴേക്കും ഇറങ്ങേണ്ടി വന്നു. എന്നാൽ ഈ തവണ മോഹം ഓക്കെയായി. തളർച്ച നേരിടാതിരിക്കാൻ രാത്രിയാണ് മല ചവിട്ടിയത്. കൂടെ ഗുരുവായൂർ ഭക്തൻ സഖാവ് കടകംപള്ളി മന്ത്രിയും ഉണ്ടായിരുന്നു. ആഹാ, ചേച്ചി ഇവിടെ നിൽക്കണോ? എനിക്കറിയാം, ചേച്ചി എന്നും എന്നെ തെറ്റിദ്ധരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ വിജയേട്ടനെ കൊണ്ട് ഈ സുപ്രധാന തീരുമാനം എടുപ്പിച്ചതിന്റെ ഒരു ചെറിയ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയേ പറ്റൂ. ശബരിമലയ്ക്ക് മാലയിടാൻ വിജയേട്ടൻ സമ്മതിച്ചു. നേരെ ഒരു മാറ്റം അനിവാര്യമാണെന്ന് എനിക്കും തോന്നി. എനിക്ക് തൃപ്തിയായടാ. ആദ്യമായിട്ടാണ് നിന്നെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കാൻ ഒരു അവസരം കിട്ടുന്നത്. ദൈവം നിന്നെ അനുഗ്രഹിക്കണം മോനെ. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തി ഈ നിമിഷം വരെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇനി വേണ്ടത് ശാരീരികവും മാനസികമായ
ഇനിയും മല കുറെ ചവിട്ടണോ? കയറ്റം തുടങ്ങിയിട്ടേ ഉള്ളൂ. കരിമല എത്താറായി, അത് കഴിഞ്ഞാ നീലിമല. അപ്പൊ ശബരിമല അത് അവസാനല്ലേ? ഇതിന് മാത്രം പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ലേ. ആദ്യമായതുകൊണ്ടാ. അതെന്താ, അടുത്ത തവണ വരുമ്പോ ഈ മലയൊന്നും ഇവിടെ ഉണ്ടാവില്ലേ? சுவாமி, அந்த ஐயப்பனோட பேரை மனசுல நல்லா நினைச்சுங்க. வழியில உங்களுக்கு ஒரு கஷ்டமும் தெரியாது. சுவாமி சரணம் ஐயப்பா. കഴിഞ്ഞ തവണ മല ചവിട്ടാൻ പിണറായി മുഖ്യൻ വന്നപ്പോൾ വാഗ്വാദത്തിലേർപ്പെട്ട പ്രയാർ സ്വാമികൾ വഴിനീളെ ഉണ്ടായിരുന്നു. മല ചവിട്ടിയപ്പോൾ പ്രയാർ സ്വാമികൾ അന്ന് പറഞ്ഞതെല്ലാം ശരിയായിരുന്നെന്ന് കൂട്ടത്തിൽ ആരോ പിണറായിയെ ഉണർത്തിച്ചു. അതോടെ പ്രയാർ സ്വാമിയുടെ വാക്കുകളിൽ പിണറായി ആകർഷനായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പുണ്യ പൂങ്കാവനത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ചിട്ടകൾ വേണമെന്നതാണ് അതിൽ പ്രധാനം. അതിൻ്റെ അർത്ഥതലങ്ങളുടെ ആഴങ്ങളിലേക്ക് രാഹുൽ ഈശ്വരനും കടക്കുന്നുണ്ട്. സംഗതി മൊത്തത്തിൽ ഭക്തിമയമാണ്. ആ പോയ സ്വാമി ആരാന്ന് മനസ്സിലായോ? അയ്യോ, അതല്ലേ ടി ഗുരുപാദശേഷയ്യർ, ഹിന്ദുസ്ഥാൻ ബോയിലേഴ്സിന്റെ ഉടമസ്ഥൻ. പണത്തിന്റെ കിടക്കയിൽ ഉരുണ്ട് കളിച്ച ആളല്ലേ, കോടീശ്വരൻ. ഇപ്പൊ എല്ലാം ഉപേക്ഷിച്ചു. സർവ്വ സ്വത്തുക്കളും രോഗികൾക്കും അനാഥർക്കും ആയി കൊടുത്തു. എല്ലാ സ്വത്തുക്കളും വെറുതെ അങ്ങോട്ട് കൊടുക്കേ. അതെ സ്വാമി. സ്വാമി ശരണമയ്യപ്പ. ഇതിനെപ്പറ്റി പത്രക്കാര് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞെന്താന്നറിയോ? എനിക്ക് എന്റെ അയ്യപ്പസ്വാമി ഉണ്ടല്ലോ, അതിനേക്കാളും വലിയ സ്വത്ത് ഈ ഭൂലോകത്ത് വേറെ എന്തുണ്ടെന്ന്. ഇപ്പൊ കൊല്ലത്തിൽ 12 മാസം അയ്യര് മുടങ്ങാതെ മല ചവിട്ടും. ചില ആളുകൾ പണം ഉണ്ടാക്കാൻ വേണ്ടി പല വൃത്തികേടുകളും കാണിക്കുന്നു. മറ്റു ചിലരോ ഇതുപോലെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ വെറുതെ കളഞ്ഞിട്ട് സ്വയം ഈശ്വരനിൽ അർപ്പിക്കുന്നു. മായാന്നല്ലാതെ എന്ത് പറയാ. നൈഷ്ഠിക ബ്രഹ്മചാരിയായ ശ്രീഅയ്യപ്പ സവിധത്തിലേക്ക് ചെല്ലുന്നയാൾ ആത്മശുദ്ധിയും ശരീരശുദ്ധിയും ഒന്നുപോലെ പാലിക്കപ്പെടണം എന്ന ഏതാണ്ട് 700 വർഷങ്ങളായി നിലനിർന്നു വരുന്ന ആചാരങ്ങൾ തുടരണമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. എന്താണ് നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നും കൂടെ ഹൈക്കോടതി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ബ്രഹ്മചര്യങ്ങൾ 2 തരമുണ്ടെന്നും, ഒന്ന് ഉപകുർവണ ബ്രഹ്മചര്യം, 2 നൈഷ്ഠിക ബ്രഹ്മചര്യം. കുറച്ചുകൂടെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ലൈംഗികതയിൽ നിന്ന്, ലൗകികതയിൽ നിന്ന്, മത്സ്യമാംസങ്ങളിൽ നിന്ന് മാറി 41 ദിവസം ശക്തമായി വ്രതം എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ ലോകത്തെ ഓർക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കഴിയുന്ന വരുന്നയ്യപ്പ. ശബരിമലയുടെ പേര് പോലും സാറ് പറഞ്ഞതുപോലെ ശബരി എന്നൊരു വനവാസി സ്ത്രീ എന്നാണ് വരുന്നത്. ശ്രീരാമനുമായി ബന്ധപ്പെട്ട് അവിടെ മാളികപ്പുറത്തമ്മയുടെ പ്രതിഷ്ഠയുണ്ട്. 4 അമ്പലങ്ങളുടെ ഒരു സമുച്ചയമാണിത്, അല്ലെങ്കിൽ 4 അമ്പലങ്ങളെ കവർ ചെയ്യുന്നൊരു യാത്രയാണ്. അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, അച്ചൻകോവിൽ, ആര്യങ്കാവ്, ശബരിമല. ഇതിൽ കുളത്തൂപ്പുഴ ബാലരൂപത്തിലുള്ള ശാസ്താവാണ്. അച്ചൻകോവിലും ആര്യങ്കാവിലും ഭാര്യ പുത്രസമേതനായ, സത്യക സമേതനായ, പൂർണ്ണ പുഷ്കല സമേതനായ ശാസ്താവാണ്. ശബരിമല 4ാമത്തെ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അത് യോഗിയായ, നൈഷ്ഠിക ബ്രഹ്മചാരിയായ, സന്യാസി ഭാവം ഉള്ളതാണ്. അവിടെ നിൽക്ക് സ്വാമി. സ്വാമി ഇത് എങ്ങോട്ടാണ്? എനിക്ക് മതിയായില്ല. അപ്പൊ അങ്ങ് ഭക്തനായി. തൊഴുത് മതിയായില്ല. അപ്പൊ അങ്ങ് ഭക്തനായി. ചേച്ചി, വിജയേട്ടൻ വന്നു.
അയ്യപ്പസ്വാമി കാത്തു. കേടുപാട് കൂടാതെ തിരിച്ചെത്തിയല്ലോ. എങ്ങനെയുണ്ടായിരുന്നു മോനെ യാത്രയൊക്കെ? സ്വാമിയെ ശരണമയ്യപ്പ. ശരണമയ്യപ്പാ. മല കയറാൻ ബുദ്ധിമുട്ടൊന്നുണ്ടായില്ലല്ലോ? കരിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ. ഉവ്വ്, കരിമല ഇത്തിരി കഠിനം തന്നെയാ. നന്നായി തൊഴാനൊക്കെ പറ്റിയില്ലേ വിജയേട്ടാ? മണിക്കൂറുകളോളം തൊഴുതു, സങ്കടങ്ങൾ പറഞ്ഞു കേട്ടു. ഈ തിരക്കിന്റെ ഇടയിൽ മണിക്കൂറുകളോളം തൊഴു. എന്തേ എന്റെ മുമ്പിൽ വരാൻ ഇത്രയും താമസിച്ചത് എന്നോട് ചോദിച്ചു. ആര്? സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെ, അല്ലാതാരും. തോന്നും, മനസ്സ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് അർപ്പിച്ചാൽ അങ്ങനെ ചോദിച്ചതായിട്ട് തോന്നും. മലയിറങ്ങിപ്പോകുന്നത് എന്റെ ഈ ഭൗതിക ശരീരം മാത്രമാണ്. മനസ്സിപ്പോഴും അവിടെ നിൽക്കുക. അങ്ങനെ വേണം. ഇപ്പൊ നിനക്ക് മനസ്സിലായ വിജയ, ഞങ്ങൾ നിന്നെ നിർബന്ധിച്ചെന്റെ പൊരുള്. എല്ലാം മനസ്സിലായി സ്വാമിയേ. ഇനി ഇടവേളയാണ്. അത് കഴിയുമ്പോൾ പുകഞ്ഞു തീരാത്ത സോളാർ റിപ്പോർട്ട്.